സദ്യയിൽ ഈ ഒരു കറിയും കൂടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഏകദേശം ഒരു 10 കൊല്ലം മുന്നെയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് കണ്ണൂർ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് കൂട്ടുകറി എന്ന് പറയുന്ന ഒരു കറിയും കൂടി ഉണ്ടെന്ന്. എൻ്റെ വീട്ടിൽ സദ്യക്ക് ഇത് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടുകറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തലേദിവസം തന്നെ കടലയൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ കുക്കറിലേക്ക് ഈ കുതിർത്ത് വെച്ചേക്കുന്ന കടലയും അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 5 തൊട്ട് 6 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന നേന്ത്രക്കായും അതേപോലെ തന്നെ ചേനയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു നേന്ത്രക്കായും പിന്നെ അതേപോലെ ചെറിയൊരു കഷ്ണം ചേനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി മുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കായും ചേനയും വേറെ തന്നെ വേവിക്കാം, കടല വേറെ തന്നെ വേവിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം അരപ്പ് ചേർക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ രണ്ടും ഒരുമിച്ചാണ് അടുപ്പിക്കാറ് എപ്പോഴും. ഇനി അരപ്പിനായിട്ട് ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ കൂട്ടുകറി വന്നിട്ട് ലൈറ്റ് മധുരവും കുറച്ച് എരിവും കൂടിയിട്ടുള്ളതാണ് കൂട്ടുകറി. അപ്പോൾ അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ വേണ്ട, മധുരക്കും അപ്പോൾ അത്രയും മതിയാകും. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. അത്രയും മതി കേട്ടോ, ഒരുപാടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക്, കരിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞ് പോവാതിരിക്കാൻ നോക്കണം. അപ്പോൾ അതും കൂടി നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡിയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇല്ലെന്നുള്ളതെന്ന് പറയണേ. അപ്പോൾ ഇനി അടുത്ത ഓണം റെസിപ്പിയുമായിട്ട് കാണാം. അൻടിൽ ദെൻ, ബൈ.